ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പോയട്രി എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോയട്രിയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പോയട്രി എന്നും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പോയട്രി എന്നും ഉള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ അതിനെ പേഴ്സണൽ പോയട്രി എന്ന് പറയാം. പിന്നെ ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ പോയട്രിയാണ്. അതായത് സബ്ജക്റ്റീവ് പോയട്രി, അതായത് പേഴ്സണൽ പോയട്രി എന്ന് പറയുമ്പോൾ കവി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ലോകമാണ് വരച്ചു കാട്ടുന്നത്. എന്നാൽ ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുമ്പോൾ കവി തൻ്റെ മനസ്സിൻ്റെ പുറത്തുള്ള ലോകമാണ് കവിതയിലൂടെ വായനക്കാർക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ സബ്ജക്റ്റീവ് പോയട്രിയെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ സബ്ജക്റ്റീവ് പോയട്രിയുടെ മറ്റൊരു പേരാണ് പേഴ്സണൽ പോയട്രി. അപ്പോൾ ഇൻ സബ്ജക്റ്റീവ് പോയട്രി വിച്ച് ഈസ് ദ പോയട്രി ഓഫ് ഇൻട്രോസ്പെക്ഷൻ, ഇത് ഇൻട്രോസ്പെക്ഷന്റെ പോയട്രിയാണ്. അതായത് സ്വന്തം മനസ്സിലേക്ക് ഉറ്റുനോക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വയം വിശകലനം എന്ന് പറയും. അപ്പം സബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുമ്പോൾ സ്വന്തം മനസ്സിലേക്കാണ് കവി ഉറ്റുനോക്കുന്നത്. ദ പോയറ്റ് ലുക്സ് ഡൗൺ ഇൻ ടു ഹിസ് ഹാർട്ട് ആൻഡ് റൈറ്റ് ആൻഡ് ഈവൻ ഡ്രോസ് ദ ഔട്ടർ വേൾഡ് ഡൗൺ ഇൻ ടു ഹിംസെൽഫ് ആൻഡ് സ്റ്റീപ്സ് ഇൻ ഇറ്റ്സ് ഓൺ ഇമോഷൻസ്. അതായത് കവി തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ള ലോകത്തിലേക്ക് നോക്കുകയും പലപ്പോഴും പുറമേക്കുള്ള ലോകവും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇമോഷൻസിലേക്ക് ആഴ്ന്നിറങ്ങി പോവുകയും ചെയ്യുന്നു. ഇതാണ് പേഴ്സണൽ പോയട്രി. ദിസ് പോയട്രി ഈസ് ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ഇൻ റേഞ്ച് ആൻഡ് വെറൈറ്റി, for it may touch nearly all aspects of experience, from those which are most narrowly individual to those which involve the broadest interest of our common humanity. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ, പേഴ്സണൽ പോയട്രിയുടെ അണ്ടറിൽ പല വെറൈറ്റി, അതായത് പല തരം പോയട്രി നമുക്ക് പഠിക്കാനായിട്ട് വരും. ഇതിനകത്ത് ചിലപ്പോൾ കവി തൻ്റെ ഉള്ളിലുള്ള ലോകത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടായിരിക്കും കവിത എഴുതുന്നത്, ചിലപ്പോൾ പുറമേക്കുള്ള ലോകവും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കും കവിത എഴുതുന്നത്. അപ്പോൾ അതിനൊരു അനന്തതയാണ് ഈ കവിതകളിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം അത് അൺലിമിറ്റഡ് ആണ്. ഏത് തലങ്ങളിൽ വേണമെങ്കിലും ഈ കവിയുടെ മാനസിക വ്യാപാരം ചെന്ന് എത്താവുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാവുന്ന കാര്യം ദ ഇമ്പോർട്ടൻറ്റ് ഡിവിഷൻസ് ഓഫ് സബ്ജക്റ്റീവ് പോയട്രി. അതായത് സബ്ജക്റ്റീവ് പോയട്രിയുടെ അണ്ടറിൽ, അതായത് പേഴ്സണൽ പോയട്രിയുടെ അണ്ടറിൽ ഏതെല്ലാം തരം പോയട്രികൾ വരുന്നു എന്ന് നോക്കാം. അതിലൊന്നാമത്തേത് മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ പോയട്രി. അതായത് മെഡിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ധ്യാനം എന്നാണ് അർത്ഥം. മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ, അതായത് അതിസങ്കീർണമായ ഫിലോസഫിക്കൽ തത്വചിന്തകൾ, അതിസങ്കീർണമായ തത്വചിന്തകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കവിതാ വിഭാഗമാണ് ഈ മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ പോയട്രി എന്ന് പറയുന്നത്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഓഡാണ്. ഓഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ മംഗളഗീതം എന്നാണ്. മംഗളഗീതം അല്ലെങ്കിൽ മംഗളഗാനം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ. മൂന്നാമത്തേത് എലിജിയാണ്. എലിജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം. നാലാമത്തേത് സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 വരികൾ മാത്രമുള്ള ചെറിയ കവിതയാണ് സോണറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അഞ്ചാമത്തേത് ലിറിക്കാണ്. ലിറിക് എന്ന് പറഞ്ഞാൽ ഭാവഗീതങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കവിതകൾ, ഈ തരം കവിതകളെല്ലാം തന്നെയും പേഴ്സണൽ പോയട്രിയുടെ അണ്ടറിൽ, അതായത് സബ്ജക്റ്റീവ് പോയട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. ഇനി ഇതിന് അടുത്തൊരു പോയിന്റ് നോക്കാം. ദ എലിമെന്റ് ഓഫ് തോട്ട് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ പോയട്രി. അതായത് മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ പോയട്രി എന്ന് പറയുന്ന തരം പോയട്രീസിൽ വരുന്നത്
മാനസികമായിട്ടുള്ള ചിന്തയുടെ ഘടകമാണ്. എലിമെന്റ് ഓഫ് തോട്ട് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ദ സബ്സ്റ്റാൻഷ്യൽ വാല്യൂ ഓഫ് തോട്ട് ഇറ്റ്സെൽഫ് ഹാസ് ടു ബി എസ്റ്റിമേറ്റഡ് ടുഗെദർ വിത്ത് ദ പോയറ്റ്സ് എസ്സേ ഓൺ മാൻ ഇൻ എ പോയറ്റിക് റെന്റിങ്. അതായത് ചിന്തകളുടെ നിഗൂഢമായ അഗാധ തലങ്ങളിലേക്ക് വായനക്കാരനെ കവി ഇവിടെ കൂട്ടിക്കൊണ്ടുപോകും. അതായത് ഈ മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ പോയിട്രിയുടെ അകത്ത് അതിസങ്കീർണമായിട്ടുള്ള ചിന്താ ലോകത്തിലേക്കാണ് വായനക്കാരൻ എത്തപ്പെടുന്നത്. ഇനി അടുത്ത ഇതേ വിഭാഗത്തിൽപ്പെട്ട പോയിട്രിയുടെ മറ്റ് സവിശേഷതകൾ നമുക്ക് നോക്കാം. If we pass adverse judgment on poet's essay on man, it is not only because while it contains many passages of brilliant rhetoric, but also its philosophy, as philosophy is confused, inconsistent and radically unsound. അതായത് ഈ തരം കവിതകളിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ചിന്താധാരയായിരിക്കും കവി കൊണ്ടുവരുന്നത്. റിറ്ററിക്, RHETORIC, റിറ്ററിക് എന്ന് പറഞ്ഞാൽ പ്രസംഗവിദ്യ എന്നാണ് അർത്ഥം. അതായത് വളരെ വൈസായിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടുള്ള സംസാരിക്കാനുള്ള അല്ലെങ്കിൽ വാക്കുകളുടെ പ്രയോഗം, അതിനെയാണ് റിറ്ററിക് എന്ന് പറയുന്നത്. റിറ്ററിക് വളരെയധികം കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ മെഡിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ പോയട്രി. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫിലോസഫി മിക്കവാറും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും, ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, അതായത് ഒരു കണക്ഷൻ നമുക്ക് തോന്നാത്ത രീതിയിലുള്ളതായിരിക്കും. പിന്നെ റാഡിക്കലി അൺസൗണ്ട് ആയിരിക്കും. കാരണം വെച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ അത് തെറ്റാണോ ശരിയാണോ സ്റ്റുപ്പിഡിറ്റി ആണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അതിസങ്കീർണമായിരിക്കും ഇത്തരം കവിതകൾ. It should be observed that there is a good deal of poetry which is didactic in intention but narrative in form poetry, in which the truths to be conveyed are wrought into story, parable or allegory. ഇത്തരത്തിലുള്ള കവിതകൾ ചിലപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ ഡൈഡാക്റ്റിക് ആയിരിക്കും, അതായത് ഉപദേശം നൽകുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഇൻറ്റൻഷൻ. പക്ഷെ അത് നറേറ്റീവ് രീതിയിൽ, അതായത് വിവരണാത്മക രീതിയിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. ഇൻ വിച്ച് ട്രൂത്ത്സ് ടു ബി കൺവേഡ് ആർ റോട്ട് ഇൻ ടു സ്റ്റോറി. അതായത് ചിലപ്പോഴൊക്കെയും വായനക്കാരിൽ എത്തിക്കേണ്ടതായിട്ടുള്ള സത്യങ്ങളെ കഥകളിലൂടെ, പാരബിളുകളിലൂടെ, പാരബിൾ എന്ന് പറയുമ്പോൾ ഉപമ എന്നാണ് അർത്ഥം. അതിൻ്റെ ഒരു കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ദൃഷ്ടാന്തം എന്ന് പറയും. ദൃഷ്ടാന്തങ്ങളിലൂടെ, ആലിഗോറികളിലൂടെ, ആലിഗോറി എന്ന് പറയുന്നതും ഉപമ തന്നെയാണ്. അത് രൂപക കഥ എന്നാണ് അതിൻ്റെ ഒരു മലയാളം തർജ്ജമ വരുന്നത്. അപ്പോൾ രൂപക കഥകളിലൂടെയും, അതായത് ആലിഗോറികളിലൂടെയും പാരബിളുകളിലൂടെയും ഒക്കെയും ആയിരിക്കും ഇത്തരം കവിതകളിൽ വായനക്കാരിലേക്ക് സത്യം കൊണ്ട് എത്തിക്കുന്നത്, കവി സത്യം കൊണ്ട് എത്തിക്കുന്നത്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. അടുത്ത പോയട്രി എന്ന് പറയുന്നത് ഓഡാണ്. ഓഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഡ് എന്ന് പറയുന്നത് മംഗളഗാനമാണ്. ന്യൂ ഇംഗ്ലീഷ് ഡിക്ഷണറി ഡിഫൈൻസ് ഓഡ് ആസ് rhymed lyric in the form of an address, generally dignified or exalted in subject, feeling and style. അതായത് ഇതൊരു അഡ്രസ്സിന്റെ ഫോമിലാണ്, അല്ലെങ്കിൽ ഒരു അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ഓഡുകൾ എഴുതിയിരിക്കുന്നത്. ഇത് റൈംഡ് ആയിരിക്കും. റൈംഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാസം ഉള്ള വരികളായിരിക്കും ഇതിലുള്ളത്. പ്രാസം എന്ന് പറയുമ്പോൾ താളം ഉള്ള വരികളായിരിക്കും ഇതിലുള്ളത്. അത് ലിറിക് ആയിരിക്കും, ഭാവഗീതങ്ങളായിരിക്കും. ജനറലി ഡിഗ്നിഫൈഡ് ഓർ എക്സോൾട്ടഡ് ഇൻ സബ്ജക്റ്റ്. അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡിഗ്നിഫൈഡ് ആണ്, അല്ലെങ്കിൽ മഹത്വമുള്ളതാണ്, എക്സോൾട്ടഡ് ആണ്, അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ളതാണ്. അതിൻ്റെ ഫീലിങ്ങും അതിൻ്റെ സ്റ്റൈലും എല്ലാം തന്നെയും വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന രീതിയിലുള്ളതായിരിക്കും. It may also be defined as any strain of enthusiastic or exalted lyric verse. അല്ലെങ്കിൽ ഇത് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു തരം ഊർജ്ജസ്വലമായ ഭാവഗീതമാണ് ഈ ഓഡ് എന്ന് പറയുന്നത്. Directed to a fixed purpose and dealing progressively with a dignified theme. ഇത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ഡിഗ്നിഫൈഡ് അല്ലെങ്കിൽ ഒരു മഹത്വമുള്ളൊരു തീമും കൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. ഫ്രം ദീസ് ടു, അതായത് ഈ രണ്ട് ഡെഫിനിഷൻസിൽ നിന്നും
ഒന്നാമത്തെ ഡെഫിനിഷൻ നമ്മൾ കേട്ടതാണ്, അതൊരു തരത്തിലുള്ള അഭിസംബോധനയാണ്, അത് മഹത്വമുള്ള വരികളാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഊർജ്ജസ്വലമായിട്ടുള്ള ഭാവഗീതമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും it is understood that ode is not specifically differentiated by any one constant feature. അതായത് ഓഡിനെ നമുക്ക് ഒറ്റ ഒരു ഡെഫിനിഷൻ കൊടുത്തൊന്നും നിർവചിക്കാൻ സാധിക്കുന്നതല്ല. It is in fact an elastic and most ambiguous one. ഇത് ഏത് തലങ്ങളിലേക്ക് വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ആംബിഗ്വസ് ആണ്, അതായത് അവ്യക്തമാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. And there has always been, in consequence, an extreme diversity of view among the critics as to what poems shall be included under it. എപ്പോഴും ഓഡിനെ പറ്റി പറയുമ്പോൾ ക്രിട്ടിക്സിനും സാഹിത്യകാരന്മാർക്കും ഏതൊക്കെ തരം പോയങ്ങളെയാണ്, ഏതൊക്കെ തരം കവിതകളെയാണ് ഓഡ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് താഴെ കൊണ്ടുവരേണ്ടത് എന്നതിനെ പറ്റി ഇന്നും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഭിപ്രായമില്ല. അതിനെപ്പറ്റി ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. അടുത്തത്, in structure may be regular like Spencer's epithalamion. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത്തിരി സങ്കീർണമായിട്ടുള്ള പൊയറ്റിക് ടെക്നിക്കൽ സൈഡാണ്. കവിതകളുടെ സങ്കീർണമായിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേംസ് ഒക്കെ ചിലപ്പോൾ പുതിയതായിരിക്കും, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഓരോരോ കവിതകൾ പഠിച്ചു വരുമ്പോൾ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നതായിരിക്കും. അതായത് ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ഈ സ്ട്രക്ചർ, അതായത് ഓഡിൻ്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ ഇറ്റ് മേ ബി റെഗുലർ. അത് ചിലപ്പോൾ ഒരു റെഗുലർ സ്ട്രക്ചർ ആയിരിക്കും. ഏതുപോലെ? എഡ്മണ്ട് സ്പെൻസറിൻ്റെ എപ്പിത്തലാമിയൻ എന്ന ഓഡ് പോലെ, കോളിൻസ് ഓഡ് ടു ഈവനിങ്, കോളിൻസിന്റെ ഓഡ് ടു ഈവനിങ് എന്ന കവിത പോലെ, ഷെല്ലിയുടെ ഓഡ് ടു വെസ്റ്റ്വിൻഡ് എന്ന കവിത പോലെ, കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേൽ എന്ന കവിത പോലെ, ആൻഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്ന് പറയുന്ന കവിത പോലെ. അത് റെഗുലർ ആയിരിക്കും അതിന്റെ സ്ട്രക്ചർ. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. പ്രധാനമായിട്ടും 3 തരം ഓടുകളാണ് ഉള്ളത്. ഒരു തരം ഓട് പിൻഡാരിക് ഓടെന്ന് പറയും. അതായത് ആ ഓട് എഴുതിയ ആ ഓടിൻ്റെ ഒരു രീതി കൊണ്ടുവന്ന കവിയുടെ പേരാണ് പിൻഡാർ. അടുത്തത് ഹൊറേഷ്യൻ ഓടെന്നൊരു ഓടുണ്ട്, പിന്നെ ഇറഗുലർ ഓടെന്നൊരു ഓടുണ്ട്. 3 തരം ഓടുകളാണുള്ളത്: പിൻഡാരിക്, ഹൊറേഷ്യൻ, ഇറഗുലർ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഓടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓടിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതായത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻസ അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സ്ട്രോഫി എന്ന് പറയും. രണ്ടാമത്തെ ഭാഗം ആന്റി സ്ട്രോഫി എന്ന് പറയും. മൂന്നാമത്തെ ഭാഗം ഇപ്പോഡ് എന്ന് പറയും. സ്ട്രോഫി, ആന്റി സ്ട്രോഫി, ഇപ്പോഡ്. അപ്പോൾ ഈ ഒരു കണക്കിന് എഴുതിയിരിക്കുന്ന, അതായത് ഈ 3 ഭാഗങ്ങളും ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഓടുകളെയാണ് റെഗുലർ ഓടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വ്യത്യാസം വരുത്തി എഴുതിയിരിക്കുന്നതാണ് ഇറഗുലർ ഓടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഗ്രീഷ്യൻ ഏൺ ഓർ ഇറഗുലർ ലൈക്ക് ഡ്രൈഡൻസ് അലക്സാണ്ടേഴ്സ് ഫീസ്റ്റ്. ഡ്രൈഡൻ എന്ന് പറയുന്ന കവിയുടെ അലക്സാണ്ടേഴ്സ് ഫീസ്റ്റ് എന്ന് പറയുന്ന പോം പോലെ ചിലപ്പോൾ ഇറഗുലർ ഓടായിരിക്കും. ആൻഡ് വേർഡ്സ്വർത്തിന്റെ ഓഡ് ഓൺ ദ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. അതായത് വേർഡ്സ്വർത്തിന്റെ ഓഡ് ഓൺ ദ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റിയും ഒരു ഇറഗുലർ ഓഡ് തന്നെയാണ്. അതായത് പലരും എഴുതുന്ന ഓടുകൾ പല തരത്തിലുള്ളതാണ് എന്നാണ് ചുരുക്കത്തിലൂടെ പറഞ്ഞു വരുന്നത്. In some cases, a classic form is taken as a model and we have imitations more or less close of the Horatian ode as in Johnson's ode to himself. അതായത് ജോൺസന്റെ ഓഡ് ടു ഹിംസെൽഫ് എന്ന് പറയുന്നത് ഹൊറേഷ്യൻ ഓടുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഓടാണ്. പിന്നെ ആൻഡ് മാർവെൽസ് അപ്പോൺ ക്രോംവെൽസ് റിട്ടേൺ ഫ്രം അയർലൻഡ്. അപ്പോൺ ക്രോംവെൽസ് റിട്ടേൺ ഫ്രം അയർലൻഡ് എന്ന് പറയുന്ന മാർവെലിന്റെ ഓടും ഹൊറേഷ്യൻ ഓടുമായിട്ട് ബന്ധമുള്ളതാണ്. കോറിക് ഓഡ്സ് ഓർ പിൻഡാർ ഹാവ് സിസ്റ്റമാറ്റിക്
ഡിസ്പോസിഷൻ ഓഫ് പാർട്സ് ലൈക്ക് സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി ആൻഡ് ഇപ്പോഡ്. അതായത് കോർക്കിൻ്റെ ഓടുകളും പിണ്ടാരിൻ്റെ ഓടുകൾക്കും ഈ ഒരു 3 ക്ലാസിക് ഡിവിഷൻസ് കാണാവുന്നതാണ്. അതായത് സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി, ഇപ്പോഡ് എന്ന് പറയുന്ന 3 ഡിവിഷൻസ് ഉള്ളതാണ്. Gray's pindaric odes are probably the most successful examples in English of the latter type. ഗ്രേയിൻ്റെ പിൻഡാരിക് ഓടും ഈ കൂട്ടത്തിൽ പെടുന്ന ഓടുകളാണ്. ദ എലിജി, ദ സോണറ്റ്, ദ ലിറിക് ആൻഡ് അതർ കൈൻഡ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എലിജികൾ എന്ത് ആണെന്നാണ്. പിന്നെ സോണറ്റുകളെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ലിറിക്കുകളെ പറ്റിയും മറ്റ് ചില കവിതകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. The simplest form and elegy is a brief lyric of mourning or direct utterance of personal bereavement and sorrow. അതായത് എലിജി എന്ന് പറഞ്ഞാൽ വിലാപമാണ്. അതായത് ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അതിൽ നിന്ന് എഴുതുന്ന തരം കവിതകളാണ് വിലാപകാവ്യങ്ങൾ അല്ലെങ്കിൽ ലിറിക്കുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഡേവിഡ്സ് ലെമൻ ഫോർ സോൾ ആൻഡ് ജൊനാഥൻ. ഡേവിഡിന്റെ ലെമൻ ഫോർ സോൾ ആൻഡ് ജൊനാഥൻ എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. It has grown into a memorial or encomiastic poem containing the poet's tribute to some great men and often a study of his life and character with reminiscences and through suggested by them. അതായത് ഇത്തരം പോയട്രികളുടെ സവിശേഷത എന്ന് പറയുന്നത് മരിച്ചുപോയ ആളെ അങ്ങേറ്റം വാഴ്ത്തിയായിരിക്കും ഇത്തരം വിലാപകാവ്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ വിലാപകാവ്യങ്ങളിൽ ആ മരിച്ചുപോയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, അവരുടെ ക്യാരക്ടർ എല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എക്സാമ്പിൾ, അത്തരം കവിതകൾക്ക് ഒരു എക്സാമ്പിൾ ആണ് സ്പെൻസേഴ്സ് ആസ്ട്രഫൽ. സ്പെൻസറിന്റെ ആസ്ട്രഫൽ എന്ന എലിജി, അർണോൾഡിന്റെ റഫ്ലി ഷെയ്പ്പൽ എന്ന് പറയുന്ന എലിജി. Often the philosophical and speculative element becomes predominant in it. അതായത് ഇതിനകത്ത് ചിലപ്പോൾ സത്യത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് സ്പെക്യുലേറ്റീവ്, അതായത് ഊഹാപോഹങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടാവും ഈ എലിജീസിന്റെ ഉള്ളിൽ. പിന്നെ one particular type of elegy calls for separate mention. അതായത് എലിജികളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു തരം എലിജിയാണ് പാസ്റ്ററൽ എലിജി എന്ന് പറയുന്നത്. അതായത് പാസ്റ്ററൽ എന്ന് പറഞ്ഞാൽ ഇടയന്മാരെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. അതിനെ ഇടയ വിലാപം എന്നാണ് പറയുന്നത്. പാസ്റ്ററൽ എലിജി എന്ന് പറഞ്ഞാൽ ഇടയ വിലാപം. In which the poet expresses his sorrow under the similitude of a shepherd mourning for a companion or through conventional bucolic. ഇതിന്റെ ഒരു പാസ്റ്ററൽ എലിജിയുടെ ഒരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ കവി സ്വയം ഒരു ഇടയനായി സങ്കല്പിക്കുന്നു, മരിച്ചുപോയ സുഹൃത്ത് മറ്റൊരു ഇടയനായിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ ഒരു ഇടയൻ മരിച്ചുപോയ മറ്റൊരു ഇടയനെ പറ്റി വിലപിക്കുന്നതാണ് പാസ്റ്ററൽ എലിജി. ഇതൊരു തരം കൺവെൻഷണൽ ബ്യൂക്കോളിക് ടൈപ്പാണ്. ബ്യൂക്കോളിക് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഇടയ ജീവിതത്തെ കാണിക്കുന്ന ഒരു തരം കവിതയാണ് പാസ്റ്ററൽ എലിജി. ഇറ്റ് ഈസ് കോൾഡ് പാസ്റ്ററൽ എലിജി. എക്സാമ്പിൾ, മിൽട്ടൺസ് ലിസിഡാസ്. അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജോൺ മിൽട്ടന്റെ ലിസിഡാസ് എന്ന് പറയുന്ന പാസ്റ്ററൽ എലിജി വളരെ പ്രസിദ്ധമാണ്. ആൻഡ് മാത്യു അർണോൾഡിന്റെ തേഴ്സിസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാസ്റ്ററൽ എലിജിയാണ്. സോണറ്റ്. ഇനി അടുത്ത് നമ്മൾ സോണറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോണറ്റ് ഇസ് എ പോം ഓഫ് 14 ലൈൻസ്. വെറും 14 വരികൾ മാത്രമുള്ള ഒരു ചെറു കവിതയാണ് സോണറ്റ്. Governed by certain prescribed rules in general structure and in the disposition of rhymes. അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും. അതായത് അതിൻ്റെ റൈംസിൽ, അതായത് അതിൻ്റെ പ്രാസം, അതിൻ്റെ അവസാനിക്കുന്ന വാക്കുകളുടെ ഒരു റൈം സ്കീമിനൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഒരു ഫീച്ചർ ഉണ്ടാവുന്നതാണ്.
The name lyrical poetry is a poetry composed to be sung to the accompaniment of a lyre or harp, and the essence of lyrical poetry is personality. Lyrical poetry എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ഒരു ലയർ, അതായത് LYRE ലയർ അല്ലെങ്കിൽ ഹാർപ്പ് HARP, ഈ ലയർ അല്ലെങ്കിൽ ഹാർപ്പ് എന്ന് പറയുന്ന ഒരുതരം സംഗീത ഉപകരണമാണ്. അപ്പൊ ഈ സംഗീത ഉപകരണം വായിച്ചുകൊണ്ടാണ് ഈ കവിതകൾ പാടിയിരുന്നത്. അങ്ങനെയാണ് ഇതിന് ലിറിക് എന്ന് പേര് കിട്ടിയത്. ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് എ ലിറിക്കൽ പോയിട്രി ഈസ് പേഴ്സണാലിറ്റി. അതായത് ഒരു മനുഷ്യന്റെ മാനസിക തലമാണ് ഇതിന്റെ പ്രധാന സത്ത. Under the general head of personal poetry, the descriptive poem, the epistle and the satire could also be included. ഇനി നമുക്ക് സബ്ജക്റ്റീവ് പോയട്രിക്കകത്ത് ഇനിയും പലതരം കവിതകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിലൊരു ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് പോം, അല്ലെങ്കിൽ വിശദീകരണം പോലെ എഴുതിയിരിക്കുന്ന കവിത. പിന്നെ എപ്പിസൽ എന്ന് പറഞ്ഞാൽ ലേഖന രൂപത്തിൽ എഴുതിയിരിക്കുന്ന കവിത. പിന്നെ സറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യ രചനയാണ് സറ്റയർ എന്ന് പറയുന്നത്. ഇതെല്ലാം സബ്ജക്റ്റീവ് പോയട്രിയുടെ അണ്ടറിൽ പെടുത്താവുന്ന കവിതകളാണ്. അടുത്തത് നമ്മൾ ഒബ്ജക്റ്റീവ് പോയട്രി എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സബ്ജക്റ്റീവ് പോയട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒബ്ജക്റ്റീവ് പോയട്രി. അതായത് ഒരാളുടെ മാനസിക ലോകമല്ല, പുറത്തുള്ള ലോകമാണ് ഈ കവിതയിൽ വന്നിരിക്കുന്നത്. ഇൻ ഒബ്ജക്റ്റീവ് പോയട്രി, the poet projects himself into the life without and seeking his motives and subjects, handles these with the least possible mixture of his own individuality. അതായത് പുറമേക്കുള്ള ലോകവും സ്വന്തം വ്യക്തിത്വവും കൂടി ഉള്ള ഒരു മിക്സ്ചറാണ് ഇത്തരം കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒബ്ജക്റ്റീവ് പോയട്രി ഫോൾസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, ദ നറേറ്റീവ് ആൻഡ് ദ ഡ്രമാറ്റിക്. ഇനി ഒബ്ജക്റ്റീവ് പോയട്രിയെ രണ്ടായിട്ട് നമുക്ക് ഭാഗിക്കാം. അതിലൊരെണ്ണം എന്ന് പറഞ്ഞാൽ നറേറ്റീവ് പോയട്രിയാണ്. അതായത് വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും എഴുതിയിരിക്കുന്ന നറേറ്റീവ് പോയട്രിയും ഡ്രമാറ്റിക് പോയട്രിയും, അല്ലെങ്കിൽ നാടക രൂപത്തിൽ എഴുതിയിരിക്കുന്ന പോയട്രി. പിന്നെ ദ ബാലഡ്, ദ എപ്പിക് ആൻഡ് ദ മെട്രിക്കൽ റൊമാൻസ് കംസ് അണ്ടർ ദ നറേറ്റീവ് പോയട്രി. അപ്പോൾ ഈ നറേറ്റീവ് പോയട്രിയുടെ അണ്ടറിൽ വരുന്ന തരം കവിതകളാണ് ബാലഡുകൾ. ബാലഡുകൾ എന്ന് പറഞ്ഞാൽ നാടോടി പാട്ടുകൾ. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസ കാവ്യം എന്നാണ് അർത്ഥം. പിന്നെ മെട്രിക്കൽ റൊമാൻസ് മെട്രിക്കൽ എന്ന് പറഞ്ഞാൽ വൃത്താലങ്കാരങ്ങൾ എന്നാണ് അർത്ഥം. വൃത്താലങ്കാരങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയ കാൽപ്പനിക കവിത. റൊമാൻസ് എന്ന് പറഞ്ഞാൽ കാൽപ്പനിക കവിത എന്നാണ് അർത്ഥം. കംസ് അണ്ടർ നറേറ്റീവ് പോയട്രി. ഇനി നമുക്ക് ബാലഡ് എന്താണെന്ന് നോക്കാം. ബാലഡ് is a form which appears to have arisen spontaneously in almost all literature and represents one of the earliest stages in the evolution of the poetic art. അതായത് ലോകത്തുള്ള എല്ലാ തരം സാഹിത്യത്തിലും പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു തരം സാഹിത്യശാഖയാണ് ബാലഡുകൾ. English literature is particularly rich in ballads of the true traditional kind. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ ബാലഡുകൾ കൊണ്ട്, അതായത് പരമ്പരാഗതമായിട്ടുള്ള ബാലഡുകൾ കൊണ്ട് സമൃദ്ധമാണ്. Their names are commonly furnished by the more elementary aspects of life. അതായത് ഈ ബാലഡുകളുടെയൊക്കെ പേരുകൾ നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളും തീമുകളുമാണ്. Largely, space is given to them to tales of adventure, fighting and deeds of prowess and valor. ഇതിൻ്റെയൊക്കെ പ്രധാന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചർ, അതായത് സാഹസികത. പിന്നെ അഡ്വെഞ്ചർ ഫൈറ്റിംഗ്, സാഹസിക യുദ്ധങ്ങൾ. ഡീഡ്സ് ഓഫ് പോവേഴ്സ് എന്ന് പറയുമ്പോൾ വീരകഥകൾ. പിന്നെ വാലർ എന്ന് പറയുമ്പോൾ ധീരശാലികളുടെ ധൈര്യത്തിന്റെ കഥകൾ ഒക്കെയാണ് ബാലഡുകളിൽ ഉണ്ടായിരുന്നത്. In method and style, they are characterized by straightforwardness and rapidity of narration and a certain childlike naivety. Often crude, they are often too astonishingly energetic. അതായത് ഇതിന്റെ തീം എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആയിരുന്നു,
വളരെയധികം റാപ്പിഡിറ്റി ഉള്ളതായിരുന്നു. അതായത് പെട്ടെന്ന് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ചാടിപ്പോകുന്ന തരത്തിലുള്ള എഴുത്തായിരുന്നു. ചൈൽഡ് ലൈക്ക് നെയ്വിറ്റി, അല്ലെങ്കിൽ കുട്ടികളെ പോലെ, നെയ്വിറ്റി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് അർത്ഥം. കുട്ടിത്തം നിറഞ്ഞതായിരുന്നു ഇത്. ഓഫൻ ക്രൂഡ്, അതായത് അപക്വമായിട്ടുള്ള ചിന്താധാരകളുള്ള എഴുത്തുകളായിരുന്നു ഇവ. ആൻഡ് ദേ ആർ ഓഫൻ ടു അസ്റ്റോണിഷിംഗ്ലി എനർജറ്റിക്, അത്ഭുതപ്പെടുത്തുന്ന എനർജി ഉൾക്കൊള്ളുന്ന കവിതാ രീതിയാണ് ബാലഡുകൾ. ദേ സെൽഡം ലിങ്കർ ഓവർ ഡിസ്ക്രിപ്ഷൻ, അതിൽ ഡിസ്ക്രിപ്ഷൻ വളരെ കുറവായിരിക്കും. മോഡേൺ ബാലഡ് മേ ബി ഡിഫൈൻഡ് ആസ് എ ലിറ്റററി ഡെവലപ്മെന്റ് ഓഫ് ദ ട്രഡീഷണൽ ഫോം. അതായത് ഈ പഴയ കാലത്തുണ്ടായിരുന്ന നാടോടി പാട്ടുകളിൽ നിന്ന് തന്നെയാണ് പുതിയ നാടോടി പാട്ടുകൾ ഉരുത്തിരിഞ്ഞ് വന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പിക്കുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിഹാസ കാവ്യങ്ങളുടെ ഫീച്ചറാണ് നമ്മൾ പറയുന്നത്, അതിന്റെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. An epic is a long narrative poem in verse. ഇതിഹാസ കാവ്യങ്ങൾ വളരെ നീണ്ടതാണ്. അതൊരു ലോങ് നെറേറ്റീവ് പോമാണ്, അല്ലെങ്കിൽ വിവരണാത്മകമായിട്ടുള്ള നീണ്ട കവിതകളാണ് ഇതിഹാസ കാവ്യങ്ങൾ. It could be subdivided into primitive epic and later epic. അതായത് പുരാതന ഇതിഹാസ കാവ്യങ്ങളുമുണ്ട്, പിന്നീട് ഉണ്ടായ ഇതിഹാസ കാവ്യങ്ങളുമുണ്ട്. The former of these has been called epic of growth. അതായത് പുരാതനമായിട്ടുള്ള എപ്പിക്കുകളെ എപ്പിക് ഓഫ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അതായത് അതിൽ നിന്ന് വളർന്ന് ഉത്ഭവിച്ചതാണ് ലേറ്റർ ആയിട്ടുള്ള, അതായത് പിന്നീടുണ്ടായ ഇതിഹാസ കാവ്യങ്ങൾ. An epic may be regarded as the final product of a long series of accretions and synthesis, scattered ballads gradually clustering together about a common character into ballad cycle, and these at length being reduced to approximate unity by the intervention of conscious art. അതായത് കാര്യം സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, പഴയ ഇതിഹാസ കാവ്യം പല വളർച്ചാ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ന് നിലനിൽക്കുന്ന തരത്തിലായിട്ട് മാറിയത്. ഇനി അടുത്തത് എപ്പിക്കിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിഹാസ കാവ്യമാണ് മോക്ക് എപ്പിക് എന്ന് പറയുന്നത്. മോക്ക് എപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതായത് ഒരു പാരഡി, യഥാർത്ഥ ഇതിഹാസ കാവ്യത്തിന്റെ പാരഡി രൂപത്തിലുള്ളതാണ് മോക്ക് എപ്പിക്. Mock epic is a kind of epic in which the machinery and conventions of the regular epic are employed in connection with trivial themes and thus turned to the purposes of parody or burlesque. അതായത് ഒരു യഥാർത്ഥ ഒരു ഇതിഹാസ കാവ്യത്തിന്റെ എല്ലാ മെഷീനറീസും, അതായത് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും എടുത്തിട്ട് ട്രിവിയൽ ആയിട്ടുള്ള ഒരു തീം, അല്ലെങ്കിൽ നിസാരമായിട്ടുള്ള ഒരു തീമിന് ഈ ഫീച്ചറുകളെല്ലാം കൊടുത്ത് വളരെ ഹാസ്യാത്മകമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് മോക്ക് എപ്പിക്. അത് ഒരു ബേർലെസ്ക് ആണ്. ബേർലെസ്ക് എന്ന് പറഞ്ഞാൽ ഹാസ്യാനുകരണം എന്ന് പറയാം. അടുത്തത് നമ്മൾ മെട്രിക്കൽ റൊമാൻസ് എന്താണെന്നാണ് നോക്കുന്നത്. മെട്രിക്കൽ അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുന്നത് വൃത്തം, അതായത് ഓരോ വരിയിലും ചില വരിയുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചില താളക്രമങ്ങളെയാണ് വൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറ്റർ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന പോമാണ് മെട്രിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെട്രിക്കൽ റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത കാൽപ്പനിക കവിത എന്നാണ് അർത്ഥം. അപ്പോൾ മെട്രിക്കൽ റൊമാൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. In the evolution of literature, this term has undergone considerable enlargement of meaning. Various different classes of composition have to be included under it. First, there are those poems which fall under the strictest definition of romance, which originally signified as story told in one of the romantic language and dealing as all such stories did with chivalry, adventure and enchantments of love. അതായത് ഈ മെട്രിക്കൽ റൊമാൻസുകളെല്ലാം അടിസ്ഥാനപരമായിട്ട് റൊമാൻറ്റിക് ലാംഗ്വേജസിലായിരിക്കും എഴുതിയിരുന്നത്. അതായത് പണ്ട് കാലത്ത് മെട്രിക്കൽ റൊമാൻസ് റൊമാൻറ്റിക് ലാംഗ്വേജിലാണ് എഴുതിയിരുന്നത്.
റൊമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദിമകാലത്ത് വൾഗർ ലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഭാഷാ വിഭാഗത്തിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായ ഭാഷകളാണ് ഈ റൊമാൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ പെടുന്ന ഭാഷകളാണ് ഫ്രഞ്ച്, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, റൊമാനിയൻ എന്നീ ഭാഷകൾ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ ഭാഷകളിലാണ് പണ്ട് റൊമാൻസുകൾ എഴുതിയിരുന്നത്. പിന്നെ ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് ഷിവൽറിയും അഡ്വഞ്ചറും ഒക്കെയാണ്. ഷിവൽറി എന്ന് പറഞ്ഞാൽ ധീരത എന്നാണ് അർത്ഥം. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ സാഹസികത. ആൻഡ് എൻചാൻമെന്റ്സ് ആൻഡ് ലവ്, എൻചാൻമെന്റ് എന്ന് പറഞ്ഞാൽ മോഹങ്ങൾ, പ്രണയം, ഇതൊക്കെയായിരുന്നു ഈ റൊമാൻസ്, ഈ മെട്രിക്കൽ റൊമാൻസിന്റെ തീമുകൾ. Then there are the English narratives of the same general type, which, as the word had already come to denote a certain kind of matter, were called romances, though not written in a romantic tongue. അതായത് ഇതേ രീതികൾ സ്വീകരിച്ച് ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന കവിതകളാണ് പിന്നീട് നമ്മൾ അറിയപ്പെടുന്ന മെട്രിക്കൽ റൊമാൻസ്. എന്നാൽ അത് റൊമാൻസ് ടങ്ങിൽ എഴുതിയതല്ല, അതായത് ഈ ഫ്രഞ്ച്, ഇറ്റാലിയൻ തുടങ്ങിയ ഭാഷകളിൽ എഴുതിയതല്ല, മറിച്ച് ഇംഗ്ലീഷിൽ എഴുതിയതാണ്. അടുത്തത് നമ്മൾ ഡ്രമാറ്റിക് പോയട്രി എന്താണെന്നാണ് നോക്കുന്നത്. അതായത് നാടക രൂപത്തിൽ എഴുതിയ കവിതയാണ് ഡ്രമാറ്റിക് പോയട്രി എന്ന് പറയുന്നത്. ഇൻ ഓൾ വെറൈറ്റീസ് ഓഫ് നെറേറ്റീവ് പോം, the dramatic element commonly appears more or less predominantly in the shape of dialogue. അതായത് ഇത്തരം പോയട്രികളിൽ ഡയലോഗിന്റെ രൂപത്തിലാണ് നാടകത്തിന്റെ ഘടകങ്ങൾ വന്ന് കയറുന്നത്. ഡയലോഗ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം, ആ രൂപത്തിലാണ് ഈ ഇത്തരം പോയട്രികൾ നാടക രൂപത്തിലുള്ള കവിതകളായിട്ട് മാറുന്നത്. The dramatic poetry may be subdivided into several groups. Dramatic poetry പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. The first species of dramatic poetry comprises the dramatic lyric. അതിലൊരു വിഭാഗമാണ് dramatic lyric, അല്ലെങ്കിൽ നാടക രൂപത്തിലുള്ള ഭാവഗീതം. This is in spirit and method a subjective poem. ഈ ഡ്രമാറ്റിക് ലിറിക് അടിസ്ഥാനപരമായിട്ട് ഒരു സബ്ജക്റ്റീവ് പോമാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പോമാണ്. But the subjective element pertains not to the poet himself but to some other person into whose moods and experiences he enters and to whose thoughts and feelings he gives expression. അതായത് ഇത് പേഴ്സണൽ പോയിട്രി ആണെങ്കിലും ഇത് കവിയുടെ മാനസിക ലോകം മാത്രമല്ല ഇത് കാണിക്കുന്നത്. കവി തനിക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ മാനസിക ലോകത്തിലേക്ക് കടന്നു കയറിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആ ഒരു മറ്റൊരു വ്യക്തിയുടെ വികാരങ്ങളും എക്സ്പീരിയൻസുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഡ്രമാറ്റിക് ലിറിക് എഴുതിയിരിക്കുക. The second species comprises of the dramatic story. Dramatic lyric കഴിഞ്ഞാൽ അടുത്ത വിഭാഗം dramatic story ആണ്, including the ballad or the short story in verse. ഇത് നാടോടി കഥയുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി കവിതാ രൂപത്തിൽ എഴുതിയതുപോലെയും ആയിരിക്കും. Like Tennyson's First Quartet and The Revenge and Arnold's Forsaken Merman. അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ടെന്നിസന്റെ ഫസ്റ്റ് ക്വാററ്റും അർണോൾഡിന്റെ ദ റിവെഞ്ചും and more extended narrative like ബ്രൗണിങ്ങും റോബർട്ട് ബ്രൗണിങ്ങും ഇത്തരത്തിലുള്ള ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഫോർഗിവൻസ് ഇതിനൊരു ഉദാഹരണമാണ്. പിന്നെ ക്രിസ്റ്റീന റോസറ്റിയുടെ ലാസ്റ്റ് കൺഫെഷനും ഇതിന് ഉദാഹരണം തന്നെയാണ്. അടുത്തത് ദ തേർഡ് സ്പീഷീസ്, അടുത്ത വിഭാഗം എന്ന് പറയുന്നതാണ് ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് മോണോലോഗ് ഓർ സോളിലോക്കി, അതിന് മറ്റൊരു പേരാണ് സോളിലോക്കി എന്ന് പറയുന്നത്.
അതായത് മോണോലോഗ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഡയലോഗ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് സംസാരിക്കുന്നു. ഈ ഡ്രമാറ്റിക് മോണോലോഗിനകത്ത് നമുക്ക് ഒരാള് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ആത്മഗതമായിരിക്കും കാണുന്നത്. സോളിലോക്കി എന്ന് പറഞ്ഞാൽ ആത്മഗതം എന്നാണ് അർത്ഥം. It is often difficult to distinguish this from dramatic lyric. On the other hand, from dramatic narrative. ഇത് ഡ്രമാറ്റിക് ലിറിക്കിൽ നിന്നും ഡ്രമാറ്റിക് നറേറ്റീവിൽ നിന്നും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം തന്നെയാണ്. It is essentially study of character and hence predominantly psychological and analytical. ഈ ഡ്രമാറ്റിക് മോണോലോഗ് അല്ലെങ്കിൽ സോളിലോക്കി എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഓഫ് ക്യാരക്ടറാണ്. ഒരു വ്യക്തിയുടെ സൈക്കി, ഒരു വ്യക്തിയുടെ മനസ്സാണ് ഇതിനകത്തുകൂടി നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സൈക്കോളജിക്കലും അനലിറ്റിക്കലുമായിട്ടുള്ള രീതിയിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അതായത് മാനസികവും വിശകലനാത്മകവുമായിട്ടുള്ള രീതിയിലായിരിക്കും ഇത് എഴുതിയിരിക്കുന്നത്. Though its ideal aim is a faithful self-portrayal, in practice it is used as a medium of poet's philosophy. ഇതൊരു സെൽഫ് പോർട്രയൽ ആണ്, അതായത് ഒരു സ്വയം ചിത്രീകരണമാണ്. എങ്കിലും ഇത് കവിയുടെ ഫിലോസഫിയാണ് ഇതിൽ പുറത്തു വരുന്ന കവിയുടെ ചിന്താധാര അല്ലെങ്കിൽ കവിയുടെ തത്വചിന്തയാണ് ഇതിനകത്തു കൂടി വായനക്കാർക്ക് മുമ്പിൽ വരുന്നത്. അടുത്തത്, the foregoing are the varieties of poetry which rest upon the dramatic principle. ഇതുവരെ കണ്ടത് എല്ലാം തന്നെ ഡ്രമാറ്റിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നാടകത്തിന്റെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന തരം കവിതകളായിരുന്നു. Though it does not employ the actual structure and machinery of a regular stage play. എന്നിരുന്നാലും ഇത് സ്റ്റേജിൽ കളിക്കുന്ന ഒരു നാടകത്തിന്റെ പ്രത്യേകതയൊന്നും ഇതിന് ഇല്ല. അതാണ് ഈ ഡ്രമാറ്റിക് പോയട്രിയുടെ ഒരു പ്രത്യേകത. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ സ്റ്റഡി ആൻഡ് അപ്രീസിയേഷൻ ഓഫ് പോയട്രി, അല്ലെങ്കിൽ നമ്മൾ പോയട്രിയെ എങ്ങനെ വിശദമായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ പോയട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അപ്രീസിയേഷൻ ആണ്, അല്ലെങ്കിൽ ആസ്വാദനമാണ്. അതിൽ നിന്ന് അറിവൊന്നും നേടാനില്ല, മാനസിക ഉല്ലാസം പകർന്നു കൊടുക്കുകയാണ് കവിതയുടെ പ്രഥമ ഉദ്ദേശം. അപ്പൊ എങ്ങനെ നമുക്ക് പോയട്രി അപ്രീഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ the study of poetry and its appreciation takes into account the poetic form and the other technical aspects of poetry. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അതിസങ്കീർണമായ പോയട്രിയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ we have already noted that there is a vital connection between poetic feeling and rhythmic expression. അതായത് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഒരു കവിത വായിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഫീലിങ്ങും ആ കവിതയുടെ റിതമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ താളാത്മകമായിട്ടുള്ള അതിനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു റിതമിക് സ്ട്രക്ചർ വരുന്നത്, ഏതെല്ലാം തരം റിതമിക് സ്ട്രക്ചറുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് എങ്ങനെയൊക്കെയാണ്, ഇതിന് പലതരം ടേംസ് ഉണ്ട്, പല പേരുകളിൽ പല അതായത് പല സ്ട്രക്ചറുകളും പല മെട്രിക്കൽ സ്ട്രക്ചറുകളുമുണ്ട്, അതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.